ശരിക്കും അറിയാൻ മതി എന്താണെന്ന്. നമ്മൾ ഈ ബോട്ടിലും കപ്പലിലും എല്ലാം അതിൻ്റെ ഓരത്ത് തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന റൗണ്ടായിട്ടൊരു ലൈഫ് ബോയ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടില്ലേ. കപ്പൽ മുങ്ങിയാൽ ഈ തടിക്കഷ്ണം പൊങ്ങും, അതും എല്ലാവരും തൂങ്ങിക്കിടക്കണം. കണ്ടോ കർത്താവിൻ്റെ ഒരു പരിപാലന. ഇത്ര വലിയ ഇരുമ്പ് കപ്പലായാലും ആ കപ്പൽ സെയിൽ ചെയ്യണമെങ്കിൽ, അതിന് പെർമിഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് ഈ തടിക്കഷ്ണം, ഈ കോർക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ലൈഫ് ബോയ എന്ന ഈ തടിക്കഷ്ണം ഇട്ടാലേ പറ്റുള്ളൂ. കാരണം എത്ര വലിയ കപ്പലായാലും കോള് കൊണ്ടാൽ മുങ്ങാം, എന്നാൽ ഈ തടിക്കഷ്ണം മുങ്ങില്ല. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഈ തടിക്കഷ്ണം മുങ്ങില്ല. ഒരാശ്വാസം പറഞ്ഞില്ലേ. കോള് കൊണ്ട കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾ തടിക്കഷ്ണത്തെയാണ് ശ്രദ്ധിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആരാണ് ഈ തടിക്കഷ്ണത്തിന് രൂപം കൊടുത്തത്? ആരുടെ ബുദ്ധിയിലാണ് ഇത് വന്നത്? ഇത്രയും വലിയ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾ, ഇത് ഈ കാലഘട്ടത്തിലെ അല്ല, 3000-ലധികം വർഷം മുമ്പ് എഴുതിയിരിക്കുന്നതാണിത്. തടിക്കഷ്ണത്തെയാണ്, ജ്ഞാനമാണ് അതിന്റെ ശില്പി. ഇപ്പൊ ഇനി കപ്പൽ മുങ്ങി എന്ന് വിചാരിച്ചോ, കപ്പൽ മുങ്ങി, അപ്പൊ തടിക്കഷ്ണം പൊങ്ങി. തടിക്കഷ്ണം പൊങ്ങി, ആ തടിക്കഷ്ണത്തെ പിടിച്ചു, അതായത് ആ ലൈഫ് ബോയിൽ പിടിച്ചു. അയാൾ അങ്ങനെ കിടക്കുകയാണ്. ഇനി എങ്ങനെ കരയ്ക്കെത്തും? എങ്ങനെ കരയ്ക്കെത്തും? തുറന്ന് വായിച്ചോളൂ. പിതാവേ, പിതാവേ, അങ്ങയുടെ പരിപാലനയാണ്, അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത്. അവിടുന്ന് എല്ലാവരും കരമുയർത്തി, ശബ്ദമുയർത്തി, പിതാവേ, അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത്. അവിടുന്ന് കടലിൽ, എല്ലാവരും ശബ്ദമുയർത്തി, അവിടുന്ന് കടലിൽ അതിന് ഒരു പാത നൽകി. തിരകൾക്കിടയിലൂടെ ഒരു സുരക്ഷിത മാർഗം. അപ്പൊ തിരകൾ വേണം. ഈ തടിക്കഷ്ണം, നടുക്കടലിലെ ഈ തടിക്കഷ്ണം കരയ്ക്കടുക്കണമെങ്കിൽ എന്ത് വേണം? തിരകൾ വേണം. കണ്ടോ, തിരകൾ വേണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്. തിരകളില്ലാത്ത ജീവിതം ഒരിക്കലും ജീവിതമല്ല. തിരകൾ ഈ തടിക്കഷ്ണത്തെ തള്ളി 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 ഇങ്ങനെ കരയ്ക്ക് വരുന്നു. ഈ തടിക്കഷ്ണം തൂങ്ങിക്കിടക്കുന്നവൻ പ്രാർത്ഥിയാണ്, കർത്താവേ, ഒരു തിരകൾ വന്നിട്ട്, തിരകൾ ഇങ്ങോട്ട് വരട്ടെ. ഈ തിരകൾ ഈ തടിക്കഷ്ണത്തെ തള്ളി 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 തള്ളി, ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കുമായിരിക്കും, പക്ഷെ അയാൾക്ക് നല്ല ഉറപ്പുണ്ട്, എങ്ങനെയായാലും ഈ തടിക്കഷ്ണം കരയ്ക്കടുക്കും എന്ന്. നല്ല ഉറപ്പുണ്ടോ ഇല്ലയോ? നല്ല ഉറപ്പുണ്ടോ ഇല്ലയോ? കടപ്പുറത്തെ മക്കളെ, കടലിന്റെ മക്കളെ, ഈ തിരകൾ നിങ്ങളെ കരയ്ക്കടുപ്പിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനം. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, എന്ത് അപകടത്തിൽ അങ്ങനെ എല്ലാവരും കരമുയർത്തി, ശബ്ദമുയർത്തി, അവിദഗ്ധനും കടൽ യാത്ര ചെയ്യാമെന്ന് വരുമാറ് ഏതാപത്തിൽ നിന്നും രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് കാണിച്ചിരിക്കുന്നു. ഒന്നുകൂടി ഒന്ന് ഏറ്റു പറഞ്ഞത്, അങ്ങനെ അവിദഗ്ധനും കടൽ യാത്ര ചെയ്യുമെന്ന് മാറ് ഏതാപത്തിൽ നിന്നും രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് കാണിച്ചു. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇതാണ്. നമ്മുടെ ജീവിതത്തില് മുന്നോട്ട് പോകാൻ വഴി മുട്ടിയിരിക്കുന്നു. നിരവധി പ്രശ്നങ്ങളാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഓരോ കുടുംബത്തിലും. എന്നാൽ ഇവിടെ നമുക്ക് എന്ത് വേണം? വിശ്വസിക്കണം. ഒരു തടിക്കഷ്ണം എവിടെയോ ഒളിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ജ്ഞാനമാണ് അതിന്റെ ശില്പി. ഒന്ന് പറഞ്ഞെല്ലാവരും, ജ്ഞാനമാണ് അതിന്റെ ശില്പി. സാരാംശത്തിൽ നമ്മളപ്പോ എന്ത് ചെയ്യണം? ദൈവമേ, ആ ജ്ഞാനം എനിക്ക് തരണമേ. എൻ്റെ ഈ ജീവിതാവസ്ഥയിൽ ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, ഭൗതികമായ പ്രശ്നങ്ങളാകാം, കുടുംബ പ്രശ്നമാകാം, ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നമാകാം, അമ്മായിയമ്മയും മരുമകളുടെയും പ്രശ്നമാകാം. എന്തെല്ലാം പ്രശ്നമാണെങ്കിലും
എന്ത് അപകടാവസ്ഥയാണെങ്കിലും ഒരു തടിക്കഷ്ണം അവിടെയുണ്ട്. ഏതുപോലെ കോളുകൊണ്ട് കടലിൽ കപ്പലിൽ യാത്ര ചെയ്യുന്നവൻ കപ്പൽ മുങ്ങാൻ പോകുന്നു, പക്ഷെ അവന് ഒരുറപ്പുണ്ട്, ഒരു തടിക്കഷ്ണം അവിടെയുണ്ട്. അതിൽ തൂങ്ങിപ്പിടിച്ചാൻ ഉള്ള വകുപ്പ് കർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന പോലെ ഏത് അപകടത്തിലും ദൈവത്തിന്റെ പരിപാലനയാകുന്ന ആ തടിക്കഷ്ണം അവിടെ ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെ ഏത് അപകടത്തിലും, കുടുംബ ജീവിതത്തിലെ ഏത് അപകടത്തിലും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏത് അപകടത്തിലും നമ്മളെ നയിക്കുന്ന ഒരു ചാലക ശക്തിയാണ് ദൈവത്തിന്റെ ജ്ഞാനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന്, ഈ സബ്ജക്റ്റിൽ നിന്ന് മാറാൻ നോക്കിയിട്ട് പറ്റണില്ല. കുഴപ്പമില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടി ജ്ഞാനത്തെക്കുറിച്ച് കേൾക്കാമോ? ഇനി കേട്ടോളൂ. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ, എല്ലാ ലേഖനങ്ങളുടെയും ആദ്യ അധ്യായം മുഴുവനും ജ്ഞാനത്തെക്കുറിച്ചാണ്. പിന്നെ സാവധാനം 2, 3, 4 അധ്യായം കഴിയുമ്പോൾ ദൈവനീതിയെക്കുറിച്ചും കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയും. പക്ഷെ ആദ്യ അധ്യായങ്ങൾ കൊരിന്ത്യസ് 1-ാം ലേഖനം, എഫേസ്യസ് 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം, ഫിലിപ്പിയർ ലേഖനത്തിന്റെ, കൊളോസ്യ ലേഖനത്തിൽ, എല്ലാത്തിലും ഇങ്ങനെയാണ്. നോക്കിക്കോ, അതിനകത്ത് നമുക്ക് എഫേസോസിന്റെ ലേഖനത്തിൽ, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ 8, 9 വചനം വായിച്ചേ. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി. കേട്ടോ, വിവേകത്തിൽ ഈ കൃപ കിട്ടിയതുകൊണ്ട് മാത്രം പോരാ. ഈ കൃപയാകട്ടെ, എല്ലാവരും ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി, ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. കണ്ടോ, സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. എന്തൊരു നല്ല കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്വേഷിപ്പിന് കണ്ടെത്തും. സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു, സമൃദ്ധമായിട്ട്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഒരു ഇച്ചിരി കോളം എങ്കിലും എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ നമ്മുടെ ഈ മനുഷ്യബുദ്ധിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്നേഹമുള്ളവരെ. തുടർന്ന് 17-ാമത്തെ വചനത്തിൽ കേൾക്കാം. നമ്മുടെ കർത്താവായ എഫേസോസ് 1-ാം ലേഖനത്തിൽ, എഫേസോസിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനം എല്ലാവരും കരമുയർത്തി നമ്മുടെ കർത്താവായ, ഉച്ചത്തിൽ പ്രഘോഷിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹലോ, ദൈവത്തെക്കുറിച്ചുള്ള, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ ജ്ഞാനത്തിന്റെ ആത്മാവിനെയും, വെളിപാട് എന്ന് പറഞ്ഞാൽ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ പ്രത്യേക ജ്ഞാനം. എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചതാണിത്. പിതാവേ, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഒന്നെല്ലാവരും ശബ്ദമുയർത്തിയേറ്റ് പറഞ്ഞേ, ഏക സത്യദൈവമായ. എല്ലാവരും ശബ്ദമുയർത്തി, കരമുയർത്തി. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ 20, 25, 30 വയസ്സായ ക്രിസ്ത്യാനി പിള്ളേരോട് തന്നെ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒരാൾ പറഞ്ഞു, കാനഡയിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്, സാറേ എനിക്ക് ഇന്റർവ്യൂ പാസ്സാവുന്നില്ല.
ഒന്ന് പ്രാർത്ഥിക്കും. കുറേ ഇൻ്റർവ്യൂ ചെയ്തിട്ടും അവർ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഞാനും ഒരു ഇൻ്റർവ്യൂ തരാം, അത് പാസ്സാവുമെന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു. സാറ് തമാശയാണോ? അല്ല സാറേ, തമാശയല്ല, കാര്യമായിട്ട് പറയാണ്. നിനക്ക് 29 വയസ്സായി, നീ എൻജിനീയറിങ് കഴിഞ്ഞു, എൻജിനീയറിങ്ങിൽ ഉന്നത ബിരുദവും കഴിഞ്ഞിട്ട് നിനക്ക് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ അത്യാവശ്യം അറിയേണ്ട ഒരു കാര്യം അറിയുമോ എന്ന് ഞാനൊരു ഇൻ്റർവ്യൂ തരാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, നീ ടെൻഷൻ അടിക്കണ്ട, നിനക്കിത് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. മനസ്സിലായോ? എന്നാലും എനിക്ക് വലിയ ആകാംക്ഷയായി, ഇവനിത് അറിയോ? ഞാൻ അവനോട് ചോദിച്ചു, നിത്യജീവൻ എന്നാൽ എന്താകുന്നു? എനിക്ക് അത്ഭുതം, അവനറിയില്ല. 29 വയസ്സായി. എനിക്ക് 29 വയസ്സായപ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇവനിപ്പോൾ 29 വയസ്സായിട്ട് ഇവന്റെ ജോലി പോലും കിട്ടിയിട്ടില്ല. നിത്യജീവൻ എന്താണെന്ന് ചോദിച്ചിട്ട് ഇവൻ അറിയില്ല. ഇവൻ ഏത് കാറ്റഗിസം സ്കൂളിലാണ് പഠിച്ചത്? കത്തോലിക്ക എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാന്നാ പറയണത്. ക്ഷമിക്കണേ കർത്താവേ, ഞാൻ ആരെയും വിമർശിക്കുകയല്ല. നമ്മുടെ മക്കൾക്ക് ഇതറിയണോ വേണ്ടയോ? നമ്മളിതറിയണോ വേണ്ടയോ? എന്താണ് ചോദ്യം? നിത്യജീവൻ എന്നാൽ എന്താകുന്നു? ഉത്തരം എന്താണ്? ഏക സത്യദൈവമായ, എല്ലാവരും കരമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇതൊരു ക്രിസ്ത്യാനി അറിയേണ്ടതാണോ അല്ലയോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വിഷമാവരുത് കേട്ടോ. നമ്മളിവിടെ കൈയടിച്ച് പാട്ടും പാടി അങ്ങ് പോയാ പോരാ. മനസ്സിലാവണ്ടോ? ആഴത്തിലേക്ക് നീക്കി വലയെറിയാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ പ്രാഥമികമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് നിത്യജീവൻ എന്നാൽ എന്താകുന്നു. 30 വയസ്സായ ഒരു യുവാവിന് ഇത് അറിയുന്നില്ലെങ്കിൽ, ഇനി രണ്ടാമത് ഞാൻ അവനോട് ചോദിച്ചു, കൃപ എന്നാൽ എന്താണ്? കൃപ എന്നാൽ എന്താണ്? ഇപ്പം എനിക്കറിഞ്ഞോട്, ഇപ്പം നിങ്ങൾ ആരൊക്കെ ഉത്തരം പറയുന്നു. കൃപ എന്നാൽ എന്താണെന്ന് ചോദിച്ചു, അതിനും പാവം അറിയില്ല. മൂന്നാമത് ചോദിച്ചു, ദൈവാത്മാവും അശുദ്ധാത്മാവും, അതായത് ദൈവവും പിശാചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറിയില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ നിന്റെ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് മനസ്സിലായോ ഇല്ലയോ? എന്താ റിസൾട്ട്? ഞാൻ തോറ്റു സാറേ. അപ്പോ ഇതിൽ നീ ജയിച്ചാലേ നിന്റെ ജോലി നിനക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ വചനപ്രഘോഷണമെല്ലാം യൂട്യൂബിൽ കമ്പ്യൂട്ടറിലൂടെ കാണാം. നിനക്കൊരു 10 ദിവസത്തേക്ക് ജോലി കിട്ടരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ജോലി കിട്ടിയാൽ പിന്നെ അവന് ഇതൊക്കെ പഠിക്കാൻ സമയം ഉണ്ടാവോ? അതുകൊണ്ട് ഇപ്പൊ കിട്ടണ്ട. അയ്യോ ബ്രദറെ, എനിക്ക് വിസ കിട്ടൂല. എല്ലാം കിട്ടും. നീ ആദ്യം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ ജ്ഞാനവും സ്വന്തമാക്കുക. നീ എഞ്ചിനീയറിംഗ് പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. പക്ഷെ നീ അത്യാവശ്യം അറിയേണ്ടത് എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. മാതാപിതാക്കളെ, നമ്മുടെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം ഇതാണ്. നമ്മളും നമ്മുടെ മക്കളും ആദ്യം എന്തറിയണം? ഈ 3 കാര്യം അറിയണം. ആദ്യം എന്താണ് പറഞ്ഞത്? നിത്യജീവൻ എന്താകുന്നു. എന്താണ് നിത്യജീവൻ? എല്ലാവരും ഉച്ചത്തിലൊന്ന് പറഞ്ഞ്, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. ഈ അറിവാണ് ദൈവത്തിന്റെ ജ്ഞാനം നൽകുന്നത്. നമ്മൾ കെമിസ്ട്രി, ബയോളജി, സുവോളജി, ബോട്ടണി, ഫിസിക്സ്, ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവാണ്. എന്നാൽ സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവും കൂടി നമുക്ക് വേണം. ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ് കിട്ടി കഴിയുമ്പോൾ ഈ സൃഷ്ടാവ് സൃഷ്ടിച്ചതല്ലേ സൃഷ്ടി. അപ്പൊ ഈ മാത്തമാറ്റിക്സും ആൾജിബ്രയും കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ് ഇതൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമായിരിക്കും. വളരെ എളുപ്പം.
നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് അവർക്ക് ട്യൂഷൻ കൊടുത്ത് അവരുടെ തലയിൽ കയറി പഠിക്കടാ നീ മുടിഞ്ഞു പോകുള്ളൂ, നീ പഠിച്ചില്ലെങ്കിൽ തോറ്റു പോകുള്ളൂ, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കണേ, നിന്റെ ഭാവി എന്താണ് നിനക്ക് എന്നും പറഞ്ഞ് ഇവരുടെ മെക്കിട്ട് കയറി കൊണ്ടൊരു കാര്യമില്ല. അതിന് പകരം ഇവർക്ക് എന്ത് വേണം? ദൈവിക ജ്ഞാനം കിട്ടുകയാണെങ്കിൽ ഇവർ റോക്കറ്റ് പോലെ പൊങ്ങും. ദൈവിക ജ്ഞാനം ഇവർ കിട്ടുകയാണെങ്കിൽ, ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടുകയാണെങ്കിൽ സൃഷ്ടിയെ കുറിച്ചുള്ള ജ്ഞാനം എളുപ്പം കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഇനി രണ്ടാമത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? കൃപ എന്നാൽ എന്താണ്? പെട്ടെന്ന് ഉത്തരം പറയണ്ടേ? ഇതിന് കൃത്യമായ ഉത്തരം അറിയാമെന്ന ആൾക്കാരൊന്ന് കൈപൊക്കിയേ. കൃപ എന്നാൽ എന്താകും? കൃപ എന്നാൽ എന്താകും? കൈപൊക്കിയേ. ഇതിന് ഉത്തരം അറിയാവുന്നവരൊന്ന് കൈപൊക്കി കൈ വീശി കാണിച്ചേ. പ്രൈസ് ദ ലോർഡ്. മിണ്ടണ്ട. എന്നാ നമ്മൾ പഠിക്കുക അല്ലേ? എന്താണ് കൃപ? ശ്രദ്ധിച്ചോളൂ. വലതുകരം ഉയർത്തുക. വലതുകരം ദൈവികതയാണ്, ഇടതുകരം താഴ്ത്തി പിടിക്കുക. അത് മാനുഷികതയാണ്. ഈ വലതുകരം ആകുന്ന ദൈവികതയിൽ നിന്നും ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. എല്ലാവരും ഒന്ന് കാണിച്ചേ. കേട്ടോ, വലതുകരം ദൈവിക ജീവനാണ്, ഇടതുകരം മാനുഷിക ജീവൻ. ഇതാ ദൈവികത. എല്ലാവരും ഇതാ ദൈവികത ഇങ്ങനെ ഉയരത്തിൽ നിന്ന് മാനുഷികതയിലേക്ക് ലയിക്കുന്നു. ഇങ്ങനെ കാണിക്കൂ. ഇങ്ങനെ ലയിച്ച് മാനുഷികതയിൽ എന്ത് സംഭവിക്കുന്നു? കൈവിടല്ലേ. മാനുഷികതയിലേക്ക് ദൈവികത കടന്നു വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവീകരിക്കപ്പെടുന്നു. മാനുഷികതയ്ക്ക് എന്തായി മാറി? ദൈവികത. ഇപ്പൊ നിങ്ങള് പള്ളിയിൽ പോണവരല്ലേ, കുർബാനയ്ക്ക് കൂടുന്നവരല്ലേ? കുർബാനയ്ക്ക് ആ വീഞ്ഞിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചപ്പോ അച്ഛൻ എന്താ പ്രാർത്ഥിച്ചതെന്ന് കേട്ടിട്ടുണ്ടോ? അച്ഛൻ അധികം രഹസ്യമായിട്ടാണ് പ്രാർത്ഥിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ദൈവീകതയിൽ മാനുഷികത ലയിക്കുന്നു എന്നാ പറയുന്നത്. ഈ വെള്ളം മാനുഷികതയാണ്, വീഞ്ഞ് ദൈവികതയാണ്. ഈ വീഞ്ഞും വെള്ളവും കൂടി കലർന്നു കഴിയുമ്പോൾ വെള്ളം എന്തായി മാറുന്നു? വെള്ളം വീഞ്ഞായി മാറുന്നു. ഇത് വലിയ കാര്യമാണ്. ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇതൊക്കെ. ഈ വെള്ളവും വീഞ്ഞും കൂടി ഒന്നായി കഴിയുമ്പോൾ ഈ വെള്ളം എന്തായി മാറുന്നു? ദൈവീകരിക്കപ്പെടുന്നു. ഈ വെള്ളവും വീഞ്ഞും തമ്മിൽ മിശ്രിതമായ അതിൽ നിന്ന് ഇനി വെള്ളത്തെ മാറ്റാൻ പറ്റുമോ? വെള്ളത്തെ മാറ്റാൻ പറ്റില്ല. വെള്ളം എന്തായി മാറി? ദൈവീകരിക്കപ്പെട്ടു. എന്ന പോലെ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ്. യേശു എന്ന വ്യക്തി തന്നെ കൃപയാണ്. യേശു എന്ന വ്യക്തിയിൽ ആരുണ്ട്? ദൈവവും മനുഷ്യനുമാം. കണ്ടോ, ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാണ്. ദൈവീകത മാനുഷികതയിൽ പൂർണ്ണമായിട്ട് നിറഞ്ഞ അവസ്ഥയാണ് കൃപ. അപ്പൊ എന്താണ് കൃപ? ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ. കൃപ എന്നത് ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. ഒന്നുകൂടി പറഞ്ഞേ. ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. ഇതെല്ലാം ഇപ്പൊ പറയാൻ കാരണം എന്താണ്? പൗലോസ് പറയാണ്, യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നൽകിക്കൊണ്ട് തന്നെ കുറിച്ചുള്ള അറിവിലേക്ക്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ മറ്റൊരു ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കണം. മറ്റൊരു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് അറിയണം യേശുക്രിസ്തുവിനെ. അപ്പൊ ഒന്ന് നിത്യജീവൻ എന്താകുന്നുവെന്ന് ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് നിത്യജീവൻ. ഈ അറിവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിതലത്തിലുള്ള അറിവ് മാത്രമല്ല. ഓക്കെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, മുഴുവൻ ഒന്നിച്ച് പഠിച്ചാൽ ശരിയാവില്ല അല്ലേ? ഇനി കൃപ എന്നാൽ എന്താണ്? ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയും. ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം? ഇപ്പം കടപ്പുറത്തുള്ള വീട്ടുകാർക്കൊക്കെ കേൾക്കാനുണ്ടാവുമായിരിക്കും. എങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. ഞങ്ങൾ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്താണ് നിത്യജീവൻ? നമുക്ക് തന്നെ അറിഞ്ഞൂടാ, പിന്നെയാണ് അവർ അല്ലേ? എന്താണ് കൃപ? ഇങ്ങനെ 3-4 ചോദ്യം അങ്ങ് ചോദിക്കുക.
എന്നിട്ടിപ്പൊ പെട്ടെന്ന് ഉത്തരം കൊടുക്കണ്ട, നിങ്ങൾ നാളെ കൺവെൻഷന് വായോ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ദൈവാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അഥവാ ദൈവവും പിശാചും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരുപാട് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പിശാച് താണ്ട് വലിയ ആളായിട്ടാണ്. പിശാച് ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവം ആരാണെന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലായെങ്കിൽ, ദൈവം സൃഷ്ടാവാണെങ്കിൽ പിശാച് ആരാ? പിശാച് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. പിശാചിനെ ദൈവം സൃഷ്ടിക്കുകയല്ല ചെയ്തത്. ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്ന മാലാഖമാരുടെ വഴിപിഴച്ച അവസ്ഥയിലാണ് അവർ പിശാചായത്. മാലാഖമാർ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ മാലാഖമാർ വഴിപിഴച്ചപ്പോൾ പിശാചായി എങ്കിൽ പിശാച് സൃഷ്ടിയാണോ അല്ലയോ? ദൈവമോ? സൃഷ്ടാവ്. അപ്പൊ സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ശക്തി അനന്തമാണ്. സൃഷ്ടി എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ശക്തി, പിശാചിന്റെ ശക്തി പരിമിതമാണ്. ഞാൻ എന്താ പറഞ്ഞത് ശരിയല്ലേ? സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ശക്തി അനന്തമാണ്. സൃഷ്ടി എന്നുള്ള നിലയിൽ പിശാചിന്റെ ശക്തി പരിമിതമാണ്. പിശാച് ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ട് ദൈവം അറിയാതെ പിശാചിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ദൈവം പിശാചിനെ അനുവദിക്കുന്നുണ്ട് ചില കുസൃതിയൊക്കെ കാണിക്കാൻ. എന്തുകൊണ്ടാണ്? പിശാചിന്റെ സകല പ്രവർത്തനങ്ങളിൽ നിന്ന് പോലും ദൈവത്തിന് നന്മയുണ്ടാക്കാൻ സാധിക്കും. ദൈവത്തിന് നന്മയുണ്ടാക്കാൻ കഴിയും. ഉദാഹരണത്തിന് പഴയ നിയമത്തിലെ ജോസഫിന് സഹോദരന്മാർ തല്ലിച്ചതച്ച് കിണറ്റിലിട്ട് കൊല്ലാൻ നോക്കി അവസാനം ഈജിപ്തുകാർക്ക് തൂക്കി വിറ്റു. ഈ ജോസഫ് ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? അവിടെയും ഭയങ്കര പ്രയാസങ്ങൾ വന്നു. ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ആ ജയിലിൽ കിടന്ന ജോസഫ് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വളർന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വളർന്നു. അവസാനം ജോസഫിന് ചില പ്രത്യേക കഴിവുകൾ. എന്താണ് കഴിവ്? കാരിസ്മാറ്റിക് ഗിഫ്റ്റ് ആണ്. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. ദൈവത്തിന്റെ ജ്ഞാനമാണത്. അവസാനം ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ ജയിലിൽ കിടന്ന, തടവറയിൽ കിടന്ന ജോസഫ് അന്ന് വൈകുന്നേരം ഈജിപ്തിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? തടവറയിൽ കിടന്ന, ജയിൽ പുള്ളിയായി കിടന്ന ജോസഫിന് ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞപ്പോൾ വലിയ പ്രമോഷൻ കിട്ടി. ആരായി മാറി? ഈജിപ്തിലെ പ്രൈം മിനിസ്റ്റർ. ഫറവോ പറയാണ്, ഈ ജോസഫിനെ പോലെ ജ്ഞാനിയായ ഒരു വ്യക്തി ഈ ഈജിപ്തിലുണ്ടോ? അതുകൊണ്ട് ഇവനെ ഞാൻ ഈ ഈജിപ്തിന്റെ സർവാധിപനാക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ മോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജോസഫ് തന്റെ ദൈവിക ജ്ഞാനത്തിലൂടെ രാജ്യത്തിനെ നയിക്കാൻ തുടങ്ങി. ക്ഷാമകാലം ഉണ്ടാകുന്നതിന് മുൻപ്, സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ കളപ്പുരകൾ രൂപം കൊടുത്ത് ധാന്യം ശേഖരിച്ച് ക്ഷാമകാലത്ത് നേരിടാൻ തയ്യാറായി. ക്ഷാമകാലം, ലോകം മുഴുവനും ക്ഷാമം, പട്ടിണി, ഒരുപാട് മനുഷ്യർ മരിക്കുന്നു. എന്നാൽ ഈജിപ്തിൽ സമൃദ്ധി. എന്തുകൊണ്ടാണ്? ജ്ഞാനമാണ്. അങ്ങനെ ഇരിക്കെ പ്രൈസ് ദി ലോർഡ്. ഇത് ആരാ വരുന്നേ? ജോസഫിന്റെ സഹോദരന്മാർ വരുന്നു. ഇത് വായിക്കുമ്പോൾ നമ്മൾ വാവിട്ട് കരഞ്ഞു പോയിട്ടില്ലേ? ഇപ്പോഴും കരയുന്നില്ലേ? ആ ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിന്റെ അടുത്ത് ഭിക്ഷപാത്രവുമായിട്ട് വന്നു നിൽക്കുന്നു. ജോസഫിന് സഹിക്കാൻ പറ്റുന്നില്ല. തന്നെ കൊല്ലാൻ ശ്രമിക്കുകയും തന്നെ ഈജിപ്തുകാർക്ക് വിറ്റ തന്റെ സഹോദരന്മാർ. പക്ഷേ ജോസഫ് അവരോട് പ്രതികാരം ചെയ്യുന്നില്ല. ഇതാണ് പഴയ നിയമത്തിലെ പുതിയ നിയമം. പഴയ നിയമത്തിൽ പുതിയ നിയമം ഒരുപാട് സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവസാനം ജോസഫ് ഇവരെ ഒരു മുറിയിൽ വിളിച്ചു കൂട്ടിയിട്ട് സത്യം തുറന്നു പറയുകയാണ്. ജോസഫ് പറയുകയാണ്,
വികാരഭരിതനായി ജോസഫ് പറയാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് കരമുയർത്തി കൈവീശിയേ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ജോസഫ് എന്തു പറഞ്ഞു? നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരനായ ജോസഫാണ് ഞാൻ. ഇവർ അല്പം പോലും സൂചനയോ ചിന്തയോ ചിന്തിക്കാൻ പോലും സാധിക്കുമോ? ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രവൃത്തി. ഇവരുടനെ വിചാരിച്ചു, കഴിഞ്ഞടാ ഞങ്ങളുടെ കാറ്റ് പോയി, ഇനി ഈ ജോസഫ്, ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോസഫിന് ഈ ഞങ്ങളെ വെട്ടിക്കൊല്ലാനായിട്ട് ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ വല്ലവരോടും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ജോസഫ് ഇപ്പൊ ഞങ്ങളോട് പ്രതികാരം ചെയ്യുമെന്ന് തന്നെ അവർ വിചാരിച്ചു. ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ജോസഫ് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ വിഷമിക്കണ്ട, ഭയപ്പെടണ്ട. ഇനിയാണ് ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം. നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റി. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഒന്ന് കരമുയർത്തിയേറ്റ് പറഞ്ഞ്, നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ ശക്തി. ദൈവത്തിന്റെ ശക്തി തിന്മയിൽ നിന്ന് പോലും നന്മയുണ്ടാക്കാൻ പറ്റുമെന്നതാണ്. പിശാചിനെ കൊണ്ട് ദൈവം പലതും ചെയ്യിക്കുന്നത് അതിൽ നിന്ന് നന്മയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളല്ല എന്നോട് അങ്ങനെ ചെയ്തത്, അത് ദൈവത്തിന്റെ പ്ലാനായിരുന്നു. എന്നെ മുൻകൂട്ടി ഇവിടെ കൊണ്ടുവരാനും അങ്ങനെ ഈജിപ്തിൽ എന്നെ കൊണ്ടുവന്ന് ഈ ലോകം മുഴുവനെയും രക്ഷിക്കുന്നതിന് വേണ്ടി എന്നെ മുൻകൂട്ടി കൊണ്ടുവന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടേ, നിങ്ങൾ എൻ്റെ കൂടെ തങ്ങിക്കോ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തങ്ങിക്കോ. നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും കന്നുകാലികൾക്കും ഒക്കെ ഞാൻ സമൃദ്ധമായിട്ട് തന്നോളാം. ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. പ്രൈസ് ദി ലോർഡ്. തിന്മയിൽ നിന്ന് പോലും നന്മ ഉണ്ടാക്കുന്നതാണ് ദൈവം. അതുകൊണ്ട് പിശാചിനെ കണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. പിശാച് തോറ്റ പാർട്ടിയാണ്. ജയിച്ച പാർട്ടി ആരാണ്? കർത്താവ് ഈശോ മിശിഹായുടെ പാർട്ടി. നിങ്ങൾ ഏത് പാർട്ടിക്കാരാ? നിങ്ങൾ ഏത് പാർട്ടിക്കാരാണ്? നിങ്ങൾ ജയിച്ച പാർട്ടിയാണോ? നമ്മൾ റൂളിംഗ് പാർട്ടിയാണ്. കർത്താവ് ഈശോ മിശിഹായുടെ പാർട്ടിയാണ്. അതാണ് ദൈവരാജ്യത്തിന്റെ പാർട്ടി. ദൈവരാജ്യം പാർട്ടിയാണ് നമ്മൾ. പിശാച് ഏത് പാർട്ടിയാണ്? തോറ്റ പാർട്ടിയാണ്. പക്ഷെ ആളിപ്പോഴും വലിയ കാര്യത്തിന് ഇവിടെയൊക്കെ നടക്കാണ്. ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഉടനെ പറയണം, നീ തോറ്റ പാർട്ടിയാണ്, നീ വേഗം ഇവിടെ നിന്ന് പോയിക്കോ, ഇവിടെ വെറുതെ സമയം കളയണ്ടാവും. ഇതാണ് ജ്ഞാനം. ഇത് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, കർത്താവ് ഈശോ മിശിഹായെ തന്നെ പിശാച് പരീക്ഷിച്ചില്ലേ? ഇപ്പൊ ഈ നാളത്തെ വായനയായിരിക്കും അതില്ലേ? ഈ ദിവസങ്ങളിലെ വായനയാണ്. ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടത്. ഈശോ 40 ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത് അവിടെ? ഈശോ പിശാചിന്റെ അടുത്ത് ചെന്നോ, പിശാച് യേശുവിന്റെ അടുത്ത് വന്നോ? നമ്മളെപ്പോഴും വിചാരിക്കുന്നത് പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വന്നു എന്നാണ്. അങ്ങനെയല്ല. മത്തായി 4-ാം അധ്യായത്തിൽ പറയുകയാണ്, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ആരാധനയ്ക്ക് ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, കരമുയർത്തി. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഓ, കണ്ടോ? ആരാണപ്പോ യേശുവിനെ പിശാചിന്റെ അടുത്തേക്ക് വിട്ടത്? പരിശുദ്ധാത്മാവാ. അതെന്താ? യേശുവും പരിശുദ്ധാത്മാവും തമ്മിൽ വല്ല പിണക്കുണ്ടായോ? യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്? ഇപ്പൊ നാളെ ഇതൊക്കെ നമ്മൾ ഈ ആഴ്ചകളിൽ വായിക്കാൻ പോകുന്നതാണ്. യേശു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് പിശാചിന്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരം ഉയർത്തിയ ഉച്ചത്തിലേറ്റ് പറഞ്ഞേ, യേശു പിശാചിന്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാനാണ് ലോകത്തിൽ വന്നിരിക്കുന്നത്.
അതുകൊണ്ട് യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ഉടനെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തി നിറഞ്ഞിട്ട് നേരെ മരുഭൂമിയിലേക്ക് പിശാചിന്റെ താവളത്തിലേക്ക് ചെന്നിട്ട് പറയാണ്, വാടാ പിശാചേ നീ വാ. യേശു പിശാചിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന്. അങ്ങനെ 3 പരീക്ഷണങ്ങളിലും യേശു ഒരു വചനം, യേശുവിന്റെ വചനം പറഞ്ഞപ്പോൾ യേശുവിന് ആദ്യത്തെ പരീക്ഷണം ഇതായിരുന്നു. പിശാച് പറയുന്നു, നീ വലിയ ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 40 ദിവസം പട്ടിണിയായിട്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ നീ ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞ ഉടനെ അങ്ങോട്ട് അപ്പമാകല്ലേ? നീ പട്ടിണി കിടക്കേണ്ട ആവശ്യം എന്താ? കണ്ടോ, പിശാചിന്റെ പരീക്ഷണം ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. ഉടനെ ഈശോ എന്തു പറഞ്ഞു? ഈശോ തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇത് കേട്ട ഉടനെ പിശാച് ഓടിപ്പോയി. ഇത് കേട്ട ഉടനെ പിശാച് പോയി. കണ്ടോ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഇത് കേട്ട ഉടനെ പിശാച് പോയി. അങ്ങനെ 3 പ്രാവശ്യവും യേശു ഉദ്ധരിച്ചത്, ദൈവവചനം ഉദ്ധരിച്ചപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. 10ാമത്തെ വചനം പറയൂ. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകൂ. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. അതായത് പിശാചിന്റെ പരാജയത്തിന്റെ ഒരാരംഭമായിരുന്നു. പൂർണ്ണമായിട്ട് പിശാച് പരാജയപ്പെട്ടത് കുരിശിൽ യേശു മരിച്ചപ്പോഴാണ്. തന്റെ മരണത്താൽ, കുരിശിനാൽ പിശാചിനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പിശാചിന് വലിയ ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മളുടെ വിശ്വാസക്കുറവാണത്. യേശു തന്റെ പീഡാസഹനവും മരണവും സംസ്കാരവും ഉയർപ്പിലൂടെ പിശാചിന്റെ രാജ്യത്തെ അവസാനിപ്പിച്ചു. അവൻ തോറ്റ പാർട്ടിയാണ്. എന്നാൽ ആളിവിടെയൊക്കെ നടക്കുന്നുണ്ട്. അവനെ അനുവദിക്കുന്നത് നമ്മൾ ഓരോരുത്തരിലും ദൈവിക രാജ്യം സംസ്ഥാപിതമായിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളെ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുക. നമുക്ക് ഇനിയും ജ്ഞാനത്തിന്റെ കാര്യം തന്നെയാണ് വരുന്നത്. 1 കൊരിന്ത്യസ് 1-ാം അധ്യായത്തിൽ 24-ഉം 30-ഉം വചനം പറയുകയാണ്. എല്ലാവരും കരമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട് 1 കൊരിന്ത്യസ് 21-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനം പറയുകയാണ്. വിളിക്കപ്പെട്ടവർക്ക്, എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി, വിളിക്കപ്പെട്ടവർക്ക് യഹൂദനോ ഗ്രീക്കുകാരനോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എല്ലാവരും ഉച്ചസ്വരത്തിൽ ഈ അവസാന ഭാഗം മാത്രം പറയാ. ക്രിസ്തു, ശബ്ദമുയർത്തി കരമുയർത്തി, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എന്തൊരു ശക്തമാണ് ഈ കാര്യം. ആ ക്രിസ്തു എവിടെയാണ്? ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. കൊളോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം പറയുകയാണ്, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. എല്ലാവരും കരമുയർത്തി ഉച്ചത്തിൽ ഒന്നുകൂടി ഏറ്റു പറഞ്ഞേ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അവൻ നമ്മുടെ ഉള്ളിൽ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താ തന്നിരിക്കുന്നത്? ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ. Praise the Lord.
വീണ്ടും 1 കൊരിന്ത്യസ് 1 പോകാം. 1 കൊരിന്ത്യസ് 1:30 പറയുകയാണ്, എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി, യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ഒന്നുകൂടി ശബ്ദമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ജ്ഞാനം കണ്ടെത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം യേശുക്രിസ്തു തന്നെയാണ്. ദൈവം അവനെ നമുക്കായി, ഒന്നുകൂടി പറഞ്ഞേ, നമുക്കായി ജ്ഞാനമാക്കിയിരിക്കുന്നു, നീതിയാക്കിയിരിക്കുന്നു, വിശുദ്ധീകരണമാക്കിയിരിക്കുന്നു, പരിത്രാണമാക്കിയിരിക്കുന്നു. നമ്മളിത് അറിയുന്നില്ല. നമ്മളേതാണ്ട് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ സ്വന്തം ശക്തി വേണ്ട. നമ്മൾ കണ്ടെത്തേണ്ടത് ദൈവിക ശക്തി നമ്മളിൽ ഉണ്ട് എന്നാണ്. ഈ ദൈവിക ശക്തി നമ്മളിൽ തുടിക്കണം. ഈ ദൈവിക ശക്തി നമ്മളിൽ അണപൊട്ടി ഒഴുകണം. നമ്മളെ ഒരു ശക്തിക്കും തടയാൻ പറ്റില്ല. നമ്മൾ പണ്ടെല്ലാം വിചാരിച്ചിരുന്നു, പാപം ചെയ്തു പോയാൽ കൃപ നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് പാപം ചെയ്യാനല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപത്തെ ദൂരീകരിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നതാണ് കൃപ. പാപം നൈമിഷികമാണ്, പാപം മാനുഷികമാണ്, പാപം ലൗകികമാണ്, പാപം ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നുള്ളതാണ്. കൃപയാകട്ടെ വിണ്ണിൽ നിന്നുള്ളതാണ്. കൃപ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മളിൽ ഒഴുകുന്നത്. പരിശുദ്ധാത്മാവിന്റെ അത്യുജ്വലമായ ശക്തിക്ക് മുന്നിൽ ഒന്നും തടസ്സമില്ല. ഇടുക്കി ഡാമിൽ നിന്നും വെള്ളം അങ്ങ് തുറന്നു വിട്ടാൽ വല്ലതും തടസ്സപ്പെടുത്താൻ പറ്റുമോ? സകലതിനെ അടിച്ച് തെറിപ്പിച്ചത് മാറ്റും എന്ന പോലെയാണ്, വെള്ളച്ചാട്ടം പോലെയാണ് ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനും ഈശോയെ എഴുന്നള്ളിച്ചു വെച്ച് ഇവിടെ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വലിയ ശക്തി പ്രവാഹം ഉണ്ടാകാൻ പോവുകയാണ്. ദൈവജ്ഞാനം പ്രവഹിക്കാൻ പോവുകയാണ്. നമ്മുടെ മാനുഷിക വിജ്ഞാനത്തെ എല്ലാം അടിയറ വയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ മനുഷ്യ ബുദ്ധിയെ വിട്ടുകൊടുക്കുക. ദൈവമേ, ഞങ്ങൾ ഇനിമേൽ ഞങ്ങളുടെ മാനുഷിക ബുദ്ധിയിലൂടെ അല്ല, ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെ കാര്യങ്ങൾ ഞങ്ങൾ വിവേചിച്ചറിയും. ഈ ദിവസം മുതൽ ഇന്ന് തന്നെ നമ്മൾ ഈ ജ്ഞാനം നമ്മളിൽ കണ്ണ് തുറക്കുകയാണ്. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കുകയാണ്. നമ്മുടെ ആഴത്തിലേക്ക് നീക്കി വലയെറിഞ്ഞ പോലെ പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അധ്വാനം, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ അങ്ങനെ ചെയ്ത്, ഞാൻ ഇങ്ങനെ ചെയ്ത്, അതവിടെ നിൽക്കട്ടെ. ഇനിമേൽ നമ്മളല്ല അധ്വാനിക്കേണ്ടത്. നമ്മളിൽ നൽകിയിരിക്കുന്ന ജ്ഞാനം അധ്വാനിക്കട്ടെ, നമ്മളിൽ നൽകിയിരിക്കുന്ന കൃപ അധ്വാനിക്കട്ടെ, നമ്മളിൽ ഉള്ള കർത്താവ് ഈശോ അധ്വാനിക്കട്ടെ, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് അധ്വാനിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനൊരു കാര്യമുണ്ടല്ലേ. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ശുശ്രൂഷയുണ്ട്. ഇത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ശുശ്രൂഷ തന്നെയാണ്. ഈ കൺവെൻഷനുകളൊക്കെ ഇങ്ങനെ നടത്തുന്നതിന് കാശ് ചെലവുണ്ടാവുമല്ലോ. അതിൻ്റെ സ്തോത്ര കാഴ്ച നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന മാതിരി എല്ലാം അതിനുവേണ്ടി സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് വോളണ്ടിയേഴ്സ് ഇപ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കാം. ഇപ്പോൾ നമ്മളൊരു ഗാനം ആലപിക്കും. ആ ഗാനാലാപനം സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കാം. പെട്ടെന്ന് ആയിക്കോട്ടെ. വോളണ്ടിയേഴ്സ് വേഗം സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരിക. ഇവിടെ നമ്മൾ പാടുന്ന ഗാനം ആത്മാവാണൻ സഹായകൻ.
ഒരു അനൗൺസ്മെന്റ്. സീന സ്റ്റേജിന്റെ പുറകിലേക്ക് വരിക. കൊച്ചിന് സുഖമില്ല. ഓക്കെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. 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 എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എന്റെ ആയുസിൻ ദിനമാകെയും തന്റെ നാമമഹത്വത്തിനായി. എന്റെ ആയുസ്സിൻ ദിനമാകെ തന്റെ നാമമഹത്വത്തിനായി. എന്റെ ആയുസിൻ ദിനമാകെയും തന്റെ നാമമഹത്വത്തിനായി. എന്റെ ആയുസ്സിൻ ദിനമാകെ തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. നമ്മളിപ്പോൾ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കുന്നു.
ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയും നിധി അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് ആരാധനയോടെ ഈശോ മഹാരാജാതിരാജൻ നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുന്നു. ഈ ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് പാടാം. എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എല്ലാവരും ഈശോയെ ആരാധിച്ചുകൊണ്ട് എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, ദാഹത്തോടെ നമ്മൾ മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ജ്ഞാനം തന്നെയായ ഈശോ നമ്മളിലുണ്ടായിരുന്നിട്ടും ഇക്കാലം അത്രയും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഓ ദൈവമേ, അങ്ങയുടെ ജ്ഞാനം സമൃദ്ധമായി നമ്മളിൽ ചൊരിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതറിയാതെ നമ്മുടെ മാനുഷികമായ ജ്ഞാനത്തിൻ്റെ പൊട്ടക്കിണറുകൾ കുഴിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ആ പൊട്ടക്കിണറുകളിലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവജലത്തിൻ്റെ ഉറവ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും പറ്റാത്ത ജീവജലത്തിൻ്റെ ഉറവ കർത്താവ് ഈശോ മിശിഹായിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മിലേക്ക് ഒഴുകിയിട്ടും ഇതാണ് നമ്മൾ ഇന്ന് പശ്ചാത്തപിക്കേണ്ടത്. ദൈവമേ, ഞങ്ങൾ അങ്ങയെ അറിയുന്നില്ലല്ലോ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞില്ലല്ലോ. ഈശോയുടെ ആ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകുന്നതിന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഇങ്ങനെ പറയണം: കർത്താവേ, എൻ്റെ അറിവ് ഒരു എള്ളോളമേ ഉള്ളൂ, എന്നാൽ എനിക്കറിയാനുള്ളതൊരു കടലോളമുണ്ട്. എൻ്റെ അറിവ് ഒരു എള്ളോളമേ ഉള്ളൂ, എന്നാൽ ഒരു കടലോളം ജ്ഞാനം അങ്ങ് ഇതാ എൻ്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നു. ഓ ദൈവമേ, എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലേക്ക്
ദൈവിക രഹസ്യങ്ങളുടെ ഭണ്ഡാകാരം തുറക്കണമേ. ഈ നോയമ്പുകാലം മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രകീർത്തിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമാറ് അങ്ങയുടെ ജ്ഞാനം തുറക്കണമേ. ഈശോ പറഞ്ഞു, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. നമ്മുടെ ജീവിതത്തിൽ നിരവധി കഷ്ടതകൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തിരസ്കരണങ്ങൾ, അവഹേളനങ്ങൾ എല്ലാം ഉണ്ടാകാം. അതെല്ലാം ദൈവം അനുവദിക്കുന്നതാണ്. നമുക്ക് കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് കുരിശിൽ ആണിയടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ആ ആണിപ്പഴുതുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ വേദനകൾ അനുഭവിച്ചുകൊണ്ട് ഈ വലിയ വാരത്തിലേക്ക് അല്ലെങ്കിൽ ഈ വലിയ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയുടെ ഈ പീഠാനുഭവത്തിൻ്റെ വേദന മുഴുവനും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു. അവൻ്റെ എല്ലുകൾ എണ്ണാമായിരുന്നു. അവൻ്റെ കൈകാലുകൾ അവർ കുത്തിത്തുളയ്ക്കും എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പൂർത്തിയാക്കിക്കൊണ്ട് ഈശോ നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ച ആ വലിയ രഹസ്യത്തെ നമുക്കൊന്ന് മനസ്സിൽ കാണാം. ഈശോ നമുക്ക് വേണ്ടി എന്തോരം വേദന അനുഭവിച്ചു, അതിൻ്റെ പിന്നിലെ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാകാം. നമ്മൾ യേശു അവഹേളിക്കപ്പെട്ട പോലെ അവഹേളിക്കപ്പെട്ടിട്ടുണ്ടാകാം. നമ്മളെ മറ്റുള്ളവർ പുച്ഛിക്കുന്നുണ്ടാകാം. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് അവർ നമ്മളെ ദൂഷണം പറഞ്ഞിട്ടുണ്ടാകാം. നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ടാകാം. നമ്മുടെ മുഖത്ത് കാർപ്പിച്ച് തുപ്പിയിട്ടുണ്ടാകാം. അടിച്ചവർക്ക് പുറവും താടിമീശ പഠിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. നമുക്ക് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഓ യേശുവേ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക, വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഈ ഭയാനകമായ എല്ലാ പ്രയാസങ്ങളും അങ്ങ് അറിഞ്ഞുകൊണ്ടാണ് ഉണ്ടായത്. ജോസഫിനെ തന്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച അവസാനം തൂക്കി വിറ്റു എന്ന പോലെയാണ് അവർ, എൻ്റെ സഹോദരന്മാരോ എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ പോലും എന്നോട് അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ ദൈവമേ, ഓ ദൈവമേ, അങ്ങ് അനുഭവിച്ച വേദനകളോട് എൻ്റെ ഈ വേദനകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് വേദന അനുഭവിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കി കരഞ്ഞുകൊണ്ട് യേശുവിന്റെ വേദനയോട് ചേർത്തുകൊണ്ട് എല്ലാവരും ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും പിന്നാലെ എല്ലാവരും ശബ്ദമുയർത്തി എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ വേദനിച്ചുകൊണ്ട് വേദനയോട് ചേർത്തുകൊണ്ട് തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും. എല്ലാവരും എന്റെ മുന്നിൽ ക്രൂശതും തീരുമാനം ചെയ്തു മേലിൽ. നമ്മുടെ കുടുംബത്തിലെ വേദനകൾ, നമ്മുടെ ദാരിദ്ര്യം, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ,
സഹനങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് എന്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ നീങ്ങിടും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും എന്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ നീങ്ങിടും കൈകൾ വിരിച്ച വേദനയോട് യേശുവിന്റെ ആണികളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓ യേശുവേ, അങ്ങയുടെ വേദനകളോടൊപ്പം എന്റെ വേദനകളെ സമർപ്പിച്ചുകൊണ്ട് എന്റെ കുടുംബത്തിലെ ദുഃഖ ദുരിതങ്ങൾ, തിരസ്കരണങ്ങൾ, ദാരിദ്ര്യം, കഷ്ടത, തകർച്ചകൾ, സാമ്പത്തിക തകർച്ചകൾ, ഭവനമില്ലാത്ത അവസ്ഥ, വിവാഹം നടക്കാത്ത അവസ്ഥ, ജോലി കിട്ടാത്ത അവസ്ഥ, മക്കളില്ലാത്ത അവസ്ഥ, മദ്യപാനത്തിന്റെയോ എല്ലാ വ്യഭിചാരത്തിന്റെയോ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് ഓ പരിശുദ്ധാത്മാവേ, അങ്ങേക്കെല്ലാം അറിയാം. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഈ പാവപ്പെട്ട ജനതയുടെ, ഈ കടപ്പുറത്തെ മക്കളുടെ, ഈ ഞങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ കഷ്ടതകളുടെ മധ്യത്തിൽ എല്ലാ സഹനങ്ങളും അങ്ങയോട് ചേർത്തുകൊണ്ട് ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന യേശുവേ, ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന യേശുവേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവ് തന്നെ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ. ലബ്ബ 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 ലംബട ലബ്ബ ലംബട ലബ്ബ ലംബട ലബ്ബ ലംബട ലബ്ബ ലംബട ലബ്ബ എല്ലാവരും സ്തുതിച്ചുകൊണ്ട്, വാവിട്ട് കരഞ്ഞ് സ്തുതിച്ചുകൊണ്ട്, ശബ്ദമുയർത്തി സ്തുതിച്ചുകൊണ്ട്, ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ട്, എല്ലാ രോഗങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും തകർച്ചകളും എല്ലാം ഇതാ കർത്താവിന്റെ കുരിശിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശുവിന്റെ അത്ഭുത ശക്തി നമ്മളിലേക്ക് ഇതാ ഒഴുകട്ടെ. കർത്താവിന്റെ അത്ഭുത ശക്തി ഓരോരുത്തരിലേക്കും ഒഴുകുന്നു, ഓരോരുത്തരിലേക്കും ഒഴുകുന്നു. കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി, ഉദ്ധിതനായ യേശുവിന്റെ ശക്തി, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്ത ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ എല്ലാം സൗഖ്യമാകട്ടെ. ശരീരത്തിലെ എല്ലാ രോഗങ്ങളിലേക്കും യേശുവിന്റെ ഉത്ഥാനത്തിന്റെ ശക്തി ഒഴുകട്ടെ. തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയ യേശു, ലാസറിനെ ഉയർപ്പിച്ച യേശു ഇതാ ഇവിടെ ഓരോരുത്തരിലുമുള്ള ലാസർ ഉയർക്കട്ടെ. ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. ചീഞ്ഞളിഞ്ഞ ലാസറേ പുറത്തു വരും. ലാസർ പുറത്തു വരും. നമ്മുടെ ജീവിതത്തിലെ ചീഞ്ഞളിഞ്ഞ അവസ്ഥകളെല്ലാം രൂപാന്തരീകരിക്കട്ടെ. എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും വിട്ടുപോകട്ടെ. മദ്യപാനത്തിന്റെ ആസക്തി വിട്ടുപോകട്ടെ. വ്യഭിചാരത്തിന്റെ ആസക്തി വിട്ടുപോകട്ടെ. എല്ലാ മാറാ രോഗങ്ങളും മാറട്ടെ. മാറാ രോഗങ്ങൾ മാറട്ടെ. ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ. കിഡ്നി രോഗങ്ങൾ സൗഖ്യമുണ്ടാകട്ടെ. ഹൃദയ രോഗങ്ങൾ സൗഖ്യമുണ്ടാകട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമുണ്ടാകട്ടെ. ലിവർ സിറോസിസ് മാറട്ടെ. തലയിലുള്ള മുഴ മാറട്ടെ. ശരീരത്തിന്റെ എല്ലിലുള്ള അസുഖം മാറട്ടെ. രക്തധമനികളിലെ അസുഖം മാറട്ടെ. കിഡ്നി രോഗികൾ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചുകൊണ്ട്
സ്തുതിച്ചുകൊണ്ട് സ്തുതികൾ ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രാജാവേ, ഞങ്ങളിലേക്ക് ജ്ഞാനത്തിന്റെ പ്രവാഹം ഉണ്ടാകട്ടെ. ദൈവിക ജ്ഞാനം ഞങ്ങളിൽ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിച്ചുകൊണ്ട്, നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം ഉണ്ടാകുന്നതിന് വേണ്ടി ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. യേശുവിന് ഏറ്റവും സന്തോഷമുള്ളത്, ഏറ്റവും